ഓപ്പറേഷൻ തൂഫാൻ വിജയിക്കണമെങ്കിൽ ആദ്യം തൂക്കേണ്ടുന്നത് ഇവരെയാണ്. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ വീശിയടിക്കുകയാണ്. കേരളത്തിൽ ലഹരി മാഫിയയെ തൂത്തെറിയുവാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ലഹരി വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. ഈ ക്യാമ്പയിന്റെ പ്രഥമ ഉദ്ദേശം എന്ന് പറയുന്നത് ജനകീയ പങ്കാളിത്തത്തോടെ ലഹരി വേട്ടയാണ്. പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ച് അവരുടെ സഹായത്തോടുകൂടി സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ വേരർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇക്കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. ഈ ക്യാമ്പയിൻ ആരംഭിച്ച ആദ്യ ദിനം തന്നെ സംസ്ഥാനത്ത് 104 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആദ്യ ദിനം തന്നെ ഏതാണ്ട് 1034 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും ചെയ്തു. ഇതുവരെ 1000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആയിരക്കണക്കിന് കിലോഗ്രാം മയക്കുമരുന്നുകളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതുവരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഈ പ്രവർത്തനം പരിശോധിച്ചാൽ വളരെ മഹത്തായ, വളരെ മഹനീയമായ ഒരു സേവനമാണ് അവർ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഓപ്പറേഷൻ തൂഫാൻ ലക്ഷ്യം വെക്കുന്ന ലക്ഷ്യം കാണണമെങ്കിൽ താഴെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പെരുമ്പാവൂർ കേരളത്തിലെ ഈ മയക്കുമരുന്നുകളുടെ ഒരു താഴ്വരയായി മാറിയിരുന്നു. അവിടെ നടത്തിയ ശക്തമായ ഇടപെടൽ കൊണ്ട് അവിടെ നിന്നും 100 കണക്കിന് കിലോഗ്രാം മയക്കുമരുന്നുകളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഒക്കെ പിടിച്ചെടുത്തു. കച്ചവടക്കാരെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചു. എന്നാൽ ഇതൊക്കെ വെറും ഒരു ഉപഭോഗം നടത്തുന്ന ഒരു ചെറിയ ഒരു മേഖല മാത്രമാണ്. എന്നാൽ ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന വലിയ തിമിംഗലങ്ങളിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജി വേണം. വളരെ മികവുറ്റ ഒരു പ്രവർത്തനമുണ്ടെങ്കിൽ മാത്രമേ ഈ ലഹരി മാഫിയയുടെ വേരിറക്കൂ. അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിനിലൂടെ ഒരു താൽക്കാലിക പ്രയോജനം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതിന്റെ ഈ ഒരു ആവേശം കെട്ടടങ്ങുമ്പോൾ ഈ ലഹരി മാഫിയ വീണ്ടും സടകുടഞ്ഞെഴുന്നേറ്റ് കേരളമാകെ പടർന്നു വന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനായി ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുവാനുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡാൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഡാൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥന്മാരടക്കം ഈ വലകളിലെ കണ്ണികളാണെന്നുള്ള കാര്യം തിരിച്ചറിയണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ ഗുരുതരമായ ആരോപണമാണ് ഈ ഡാൻസ് ഓഫിന് മേൽ ഉണ്ടായിരുന്നത്. ഇവരെ നിയന്ത്രിച്ചിരുന്ന ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നും ഈ ഡിപ്പാർട്ട്മെന്റിലുണ്ട് എന്ന സത്യം നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ തലപ്പത്തിരിക്കുമ്പോൾ എത്രത്തോളം ഈ പദ്ധതികൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനാകും എന്ന് സർക്കാർ വിലയിരുത്തണം. തലസ്ഥാന നഗരിയിലെ പോലീസും എക്സൈസ് വകുപ്പും ഒക്കെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന ചില കേന്ദ്രങ്ങളുടെ പേര് ഞങ്ങൾ പറയുകയാണ്. ഈ സ്ഥാപനങ്ങളിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു എന്ന് ഞങ്ങൾ പറയത്തില്ല. പക്ഷേ അവിടെ മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ആ പാർട്ടികളിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്നും ഞങ്ങൾക്ക് വിശ്വസനീയമായ വിവരം ലഭിച്ചതാണ്. ഇത് ഒരുപക്ഷെ ആ സ്ഥാപനത്തിന്റെ അറിവോടെയാണോ എന്നൊക്കെയാണ് പരിശോധിക്കേണ്ടുന്നത്. പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ കൃത്യമായ റെയ്ഡ് നടത്തേണ്ടുന്നത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയുള്ള പാളയത്തുള്ള സൗത്ത് പാർക്ക്. ഈ സൗത്ത് പാർക്കിൽ ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ നിശാ പാർട്ടി നടക്കാറുണ്ട്. ഈ DJ പാർട്ടിയിൽ എത്തുന്നവർ മദ്യത്തോടൊപ്പം തന്നെ പലരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മയക്കുമരുന്ന് അടിമകളായ പല ആളുകളും കച്ചവടക്കാരും ഒക്കെ വന്നു പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒരു പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഈ പ്രസ്ഥാനത്തിൽ ആര് കയറും എന്നാണ്. കഴിഞ്ഞയിടെ ഇവിടെ ഒരു നിശാ പാർട്ടി നടന്നപ്പോൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാവിന്റെ മകനും അദ്ദേഹത്തിന്റെ പിതാവും ഗുണ്ടകൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു പാർട്ടിയിൽ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം കിട്ടി ഷാഡോ പോലീസ് അവിടെ കയറി. പിറ്റേ ദിവസം ഒരു നടപടി ഉണ്ടായി. ഷാഡോ പോലീസിനെ തന്നെ പിരിച്ചുവിടുന്ന ഒരു നടപടി ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ തലസ്ഥാന നഗരിയിലുള്ള ഈ ഹോട്ടലുകൾ, പ്രത്യേകിച്ച് ഈഞ്ചക്കലിലുള്ള ഒഫോറി, മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന ലിബ്ര, കഴക്കൂട്ടം ജംഗ്ഷനുള്ള സെൻട്രൽ പാർക്ക്, റാക്കോ, ഇൻഫോസിസിന് ഓപ്പോസിറ്റുള്ള ഹോട്ടൽ അമീഗോ, വർക്കലയിലെ ക്ലിഫ്, അതുപോലെ വർക്കലയിൽ തന്നെയുള്ള ബ്ലാക്ക് ബീച്ചിലുള്ള ആന്റിലിയ തുടങ്ങിയ ഈ സ്ഥാപനങ്ങൾ ഒക്കെ പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നിരീക്ഷണം ഉണ്ടാവണം.
വീക്കെൻഡിൽ നടക്കുന്ന ഈ നിശ പാർട്ടി DJ-കളിലൊക്കെ അവരുടെ റെയ്ഡ് ഉണ്ടാവണം. ഫ്ലോറിൽ പോയി പരിശോധിച്ചിട്ട് കാര്യമില്ല. ഈ നിശാപാട്ടുകളിൽ പങ്കെടുക്കുവാൻ വരുന്നവർ അവരുടെ താമസിക്കുന്ന മുറികളിൽ, അവർ വരുന്ന വാഹനങ്ങളിൽ പരിശോധന നടത്തണം. ഫ്ലോറിൽ പോയി പരിശോധന നടത്തിക്കൊണ്ട് ഒന്നും കിട്ടത്തില്ല. ഇവരുടെ മുറികളിൽ, ഇവരുടെ വാഹനങ്ങളിൽ പോലീസും എക്സൈസും കർശന പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇവന്മാരെ ഒതുക്കുവാൻ പറ്റും. ഇവിടെ നിർബാധം ഇത്തരത്തിലുള്ള നിശാ പാർട്ടി, ഞാൻ തലസ്ഥാന നഗരിയിലെ മാത്രമാണ് പറയുന്നത്, ഇതുപോലെ വർക്കലയിലും അതുപോലെ എറണാകുളത്തും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള നിശാപാട്ടുകളിലെല്ലാം പോലീസും എക്സൈസും കമ്പൈൻഡ് കോമ്പിംഗ് നടത്തണം. ഇപ്പോൾ വലവീശി പിടിക്കുന്നത് ചെറിയ കാരിയർമാരെ മാത്രമാണ്. ഇവരൊക്കെ വെറും നത്തോലികളാണ്. എന്നാൽ ഇതിന്റെ പിന്നിലുള്ള വൻപൻ സ്രാവുകളെ പോലീസ് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ലഹരി മാഫിയയെ കേരളത്തിൽ നിന്ന് നമുക്ക് അമർച്ച ചെയ്യുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് നിശാപാർട്ടികൾ നടത്തുന്നവർ, അതുപോലെ മോഡലിംഗിന്റെ മറവിൽ ഈ ലഹരി കച്ചവടം നടത്തുന്നവർ, മോഡലിംഗിന്റെ മറവിൽ ഏറ്റവും വലിയ സ്കെയിലിൽ ഇവിടെ ലഹരി കച്ചവടം നടത്തുന്നുണ്ട്. ഈ മോഡലിംഗിന് വേണ്ടി ഇറങ്ങുന്ന പെൺകുട്ടികളെ പോലും കരിയർമാരായി ഉപയോഗിക്കുന്നുണ്ട്. ഇവരെ മുന്നിൽ നിർത്തി ഈ പെൺകുട്ടികളെ അടിമകളാക്കി അവരെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് അവരെ മയക്കുമരുന്നിന്റെ കാരിയേഴ്സുമായി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ നിശാ പാർട്ടി നടത്തുന്ന, അതല്ലെങ്കിൽ മോഡലിംഗ് പരിപാടികളൊക്കെ നടത്തുന്ന ഇതിന്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റേഴ്സിനെ പോലീസ് പ്രത്യേകം നിരീക്ഷണ വിധേയമാക്കണം. അതുപോലെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള ഹൗസ് ബോട്ടുകൾ കേന്ദ്രീകരിച്ച് വമ്പൻ രീതിയിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ട്. ഈ ഹൗസ് ബോട്ടുകൾ കേന്ദ്രീകരിച്ച് പല പാർട്ടികൾ നടക്കുന്നുണ്ട്. അതിലെല്ലാം വലിയ രീതിയിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും കരയിൽ നിന്നും വളരെ അകന്ന് നങ്കൂരമിട്ടിരിക്കുന്ന ഈ ഹൗസ് ബോട്ടുകളിൽ പോലീസ് എത്താറില്ല. അതല്ലെങ്കിൽ ഇത് പോലീസുകാരുടെ കൃത്യമായ ഒത്താശയോടുകൂടി, പോലീസിന്റെയും എക്സൈസിന്റെയും ഓരോ റീജിയനിലുള്ളവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത്തരം പാർട്ടികൾ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും എല്ലാം പ്രത്യേകം നിരീക്ഷണ വിധേയമാക്കണം. ഇതിനെയെല്ലാം മോണിറ്റർ ചെയ്യുവാനുള്ള ഒരു സൂപ്പർവൈസ് ചെയ്യുവാനുള്ള ഒരു സംവിധാനം ആഭ്യന്തര വകുപ്പ് തന്നെ ഉണ്ടാക്കേണ്ടുന്നതാണ്. ഇന്ന് യുവതലമുറയിൽ പലരും, പ്രത്യേകിച്ച് പ്രൊഫഷണലായിട്ടുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പല പ്രൊഫഷണൽസും ഈ MDMA, കൊക്കൈൻ പോലെയുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചാൽ മണമില്ല, ഇത് പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് വൈബിലാണോ അതിൻ്റെ എക്സ്ട്രീമിൽ പോകാൻ പറ്റും. ഒരു പാർട്ടി വൈബാണെങ്കിൽ, പാർട്ടി മൂഡാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകും. ഒരു സെക്ഷൽ മൂഡാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വയലൻസ് ആണെങ്കിൽ അതിന്റെ എക്സ്ട്രീം ലെവലിൽ പോയി അവർക്ക് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഫഷനിലുമുള്ള, അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ പറ്റും. അന്നേരം അതുകൊണ്ട് ഏത് സെഗ്മെന്റിലുള്ളവരാണെങ്കിലും ഇത് ഉപയോഗിക്കുവാൻ കാരണം ഇത് അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് അതിന്റെ ആ ഒരു സുഖം ലഭിക്കുന്നു, പെട്ടെന്ന് ആരും തിരിച്ചറിയത്തില്ല. പക്ഷെ ഇതുണ്ടാക്കുന്ന വിപത്ത് പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ല. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് അടിമകൾ എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ ക്യാരിയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം കോട്ടയത്തെ പ്രമുഖ ഒരു ആശുപത്രിയാണ് കാരിത്താസ് ആശുപത്രി. അവിടുത്തെ പ്രമുഖ ഒരു കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം മയക്കുമരുന്നിന് അടിമയാണ്, ഇദ്ദേഹം മയക്കുമരുന്നിൻ്റെ കാരിയറാണ് എന്ന് മനസ്സിലാക്കി ഡോക്ടർ കൂടിയായ ഭാര്യ ഇദ്ദേഹത്തിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. അന്നേരം ഈ ഒരു വിവരം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് കാർഡിയാക് സർജറി ചെയ്യുന്ന ഒരു ഡിവിഷനിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടറാണ് ഈ മയക്കുമരുന്നിന് അടിമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബാംഗ്ലൂരിൽ നിന്നും മോഡലുകളാണ് ഇവിടെ എത്തിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റുകളിൽ അവർ താമസിച്ച് നടത്തുന്ന പേക്കൂത്തുകൾ, അതിന്റെ ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ കണ്ടിട്ടാണ് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചത്. ഈ വിവരം പറഞ്ഞ് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ തന്നെ എനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ കോൾ എന്ന് പറയുന്നത് എറണാകുളത്തു നിന്നും അസിസ്റ്റന്റ് കമ്മീഷണർ കോളാണ്. കാരണം യാക്കോബ സഭയിലെ തന്നെ ഉന്നതനായ എറണാകുളത്തിന് സമീപമുള്ള ഇദ്ദേഹത്തിന്റെ പിതാവിന് അവിടെ ഒരു ആശുപത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ ACP എന്നെ വിളിച്ചത്. അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫോണിൽ നിന്ന് വിളിച്ച് പറഞ്ഞതിന്റെ റെക്കോർഡിംഗ് എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് യാതൊരു കാരണവശാലും ഈ ഡോക്ടറെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചോ വാർത്ത കൊടുക്കരുതെന്നാണ്. ഓർക്കുക, ഒരു ഡോക്ടർമാരുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു അവസ്ഥ ഇതാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത പദവിയിൽ ഇവിടെ ഇരിക്കുന്നു. ഇവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് എങ്ങനെ ഈ ഓപ്പറേഷൻ തൂഫാൻ വിജയിപ്പിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് ചിന്തിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പല കൊലപാതകങ്ങളുടെയും ആത്മഹത്യങ്ങളുടെയും വയലൻസിന്റെയും എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അമിതമായ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗവും മദ്യത്തിന്റെ ഉപയോഗവും മൂലമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ്, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ എടുത്തിരിക്കുന്ന ഈ നടപടി, ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രശംസനീയമാണ്. അത് വിജയിക്കണമെങ്കിൽ അത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അല്ലെ സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു നാർക്കോട്ടിക് ഡിവിഷന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല. ഒരു കളക്റ്റീവ്
റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലഹരി മാഫിയയെ നമുക്ക് അടിച്ചമർത്തുവാൻ സാധിക്കൂ. കാരണം ഒരു പോലീസായിട്ടോ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനായിട്ടോ ഒരു മാധ്യമ പ്രവർത്തകനായിട്ടോ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന്റെ സോഴ്സ് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓരോ വീട്ടിലും ഓരോ മാതാപിതാക്കളും ജാഗരൂകരാകണം. തങ്ങളുടെ കുട്ടികളെ അവർ കൃത്യമായി മോണിറ്റർ ചെയ്യണം. അവർ വരുന്ന അവരുടെ സ്കൂൾ ബാഗുകൾ കൃത്യമായി അവർ പരിശോധിക്കണം. കുട്ടികൾ മുറി അടച്ചിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ, അവരിൽ എന്തെങ്കിലും സ്വഭാവ വ്യതിയാനമുണ്ടെങ്കിൽ, വൈകല്യങ്ങളുണ്ടെങ്കിൽ, അവർ അമിതമായി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, അവർക്ക് പണത്തിന് ആവശ്യം കൂടുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് മാതാപിതാക്കൾക്കാണ്. അതുകൊണ്ട് ഏറ്റവും ഉത്തരവാദിത്തം കാണിക്കേണ്ടുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ ശ്രദ്ധ തുടങ്ങണം. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൃത്യമായി ശ്രദ്ധിക്കണം. അവരുടെ ബാഗുകൾ പരിശോധിക്കണം. അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, അവരിൽ വരുന്ന മാറ്റങ്ങളെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം. അപ്രകാരം വീട്ടിൽ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ, അതിനെ ഏർലി തന്നെ ഡിറ്റക്റ്റ് ചെയ്യുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ടീച്ചർമാർ തങ്ങളുടെ കുട്ടികളിൽ വരുന്ന മാറ്റം അവർക്ക് കൃത്യമായി നല്ല ടീച്ചർമാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ ഓരോ സെഗ്മെന്റിനുമുള്ളവർ തങ്ങളുടെ കൂടെയുള്ളവരെ ശ്രദ്ധിക്കണം. അന്നേരം അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബത്തിലായിക്കോട്ടെ, തൊഴിലിടങ്ങളിലായിക്കോട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിക്കോട്ടെ, സോഷ്യൽ സർവീസ് മേഖലയിലായിക്കോട്ടെ, അങ്ങനെ ഓരോ മേഖലകളിലുള്ളവർ തങ്ങളുടെ കൂടെയുള്ളവർക്കുള്ള മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം. അങ്ങനെ അവരിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്, ഇതിൻ്റെ സോഴ്സ് എന്താണ്, ഇത് എവിടെ നിന്നാണ് മേടിക്കുന്നത്, ഈ ഇൻഫർമേഷൻസ് യാതൊരു മടിയും പേടിയും കൂടാതെ അവർക്കത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവർക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെതിരെ വലിയൊരു പ്രതിരോധം തീർക്കുവാൻ സാധിക്കും. അന്നേരം അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ, സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഈ ഇനിഷ്യേറ്റീവ് വിജയിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും, കേരളത്തിലുള്ള ഓരോ ജനങ്ങളും ഇതിൻ്റെ ഭാഗമാവണം. കൃത്യമായി ഭയം കൂടാതെ തന്നെ ഇത് നമുക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുവാനുള്ള മാർഗമുണ്ടാവണം. അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് മാഫിയയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി തങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒറ്റുകൊടുക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള, അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചറിയണം. അപ്രകാരമുള്ള വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടാവണം. അതിന് ഒരു വോളണ്ടിയേഴ്സ് സേന തന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. റെസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ച്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച്, അതല്ലെങ്കിൽ സന്നദ്ധ സേനകൾ, ഇവരെല്ലാം ഒത്തൊരുമിച്ച് ഇതിനു വേണ്ടിയുള്ള ഒരു കർമ്മ സേന രൂപീകരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം കൈകോർത്ത് ഈ ലഹരി മാഫിയയുടെ അടിവേരർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നിച്ചെന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചാൽ, സംസ്ഥാന സർക്കാരിന് ആ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയൊരു പരിധി വരെ നമുക്ക് ഈ ലഹരി മാഫിയ അടിച്ചമർത്തുവാൻ സാധിക്കും. ഒരു കാര്യം ഓർക്കണം, ഈ ലഹരി മാഫിയ പ്രധാനമായിട്ടും കേരളത്തിലേക്ക് വരുന്നത് ബംഗളൂരുവിൽ നിന്നാണ്. ബംഗളൂരുവിൽ നിന്നും വരുന്ന കുട്ടികളെയാണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നഴ്സിംഗ് പഠനത്തിനായും അതല്ലെങ്കിൽ പ്രൊഫഷണൽ പഠനത്തിനായും പോയി അന്യസംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു. ഇവർക്ക് ഇതിനു വേണ്ടിയുള്ള അവരുടെ ചെലവ് കണ്ടെത്തുവാൻ വേണ്ടി ഇവർ കാരിയർമാരാകുന്നു. മുൻ കാലങ്ങളിൽ ഇതിന് എയർ ബസ്സുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് കൂടുതലും വന്നിരുന്നതെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി കടത്തുന്നത്, പ്രത്യേകിച്ച് ബംഗളൂരു പോലുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് ലഹരി വരുന്നത് റോഡ് മാർഗം തന്നെയാണ്. സാധാരണ ബസ്സുകളിൽ, സാധാരണ ട്രെയിനുകളിൽ ഒക്കെ യാത്രക്കാരായി വരുമ്പോൾ ഇവരുടെ ബാഗുകളിലും മറ്റ് ശരീരഭാഗങ്ങളിലുമൊക്കെ ഒളിപ്പിച്ചാണ് ഇത് കൊണ്ടിരുന്നത്. അന്നേരം അതുകൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണം ഈ എയർ ബസ്സുകൾ കേന്ദ്രീകരിച്ച്, അന്യസംസ്ഥാന സർവീസ് നടത്തുന്ന വാഹനങ്ങൾ കേന്ദ്രീകരിച്ച്, അതുപോലെ തന്നെ ബസ്സുകളും ട്രെയിനുകളും കേന്ദ്രീകരിച്ചൊക്കെ ഉണ്ടാവണം. അന്നേരം ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലഹരി മാഫിയയെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നും പറഞ്ഞ് നമ്മൾ നിഷ്ക്രിയരായിരിക്കാതെ പരമാവധി ഈ പദ്ധതികളെ, സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മൾ പങ്കാളികളാകുക. നമുക്കറിയാവുന്ന ഇൻഫർമേഷൻസ് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയെ ലഹരി മാഫിയകളുടെ പിടിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്തുവാൻ സാധിക്കും. ഏറ്റവും സുപ്രധാനമായ കാര്യം, ഈ ചെറിയ കാരിയർമാരെയും ഇത് ഉപയോഗിക്കുന്നവരെയും ഈ അന്യസംസ്ഥാന തൊഴിലാളികളെയും മാത്രം ടാർഗറ്റ് ചെയ്യാതെ ഇതിൻ്റെ നിർമ്മാണം എവിടെ നിന്നാണ്, ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എവിടെ നിന്നാണ്, ഇതിന് ഫണ്ട് ചെയ്യുന്നത് ആരാണ്, ഇത് സംസ്ഥാനത്തും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹോൾസെയിൽ കച്ചവടക്കാരാണ് എന്നുള്ള വമ്പൻ സ്രാവുകളെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ തുറങ്കിലടക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകൂ. അതല്ലെങ്കിൽ ഈ പാവപ്പെട്ട കാരിയർമാരെ ഇതുകൊണ്ട് 100 ഗ്രാം 200 ഗ്രാം അര കിലോ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പിടിക്കും. ഇവന്മാരെ എടുത്ത് അറസ്റ്റ് ചെയ്യും, വലിയ പത്രവാർത്ത ഉണ്ടാക്കും. ഇവനകത്ത് പോയാൽ ഇതുപോലുള്ള ആയിരങ്ങളെ ഇവർ ക്രിയേറ്റ് ചെയ്യും. ഇവർ ഈ കച്ചവടം നിർബാധം തുടരും. അതിന് കൃത്യമായ ഒരു സ്ട്രാറ്റജി പോലീസ് സംവിധാനത്തിനും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ സകല ജനങ്ങളുടെയും പിന്തുണ ഈ പദ്ധതിക്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഈ ലഹരി മാഫിയയുടെ അടിവേര് നമുക്ക്
അറക്കുവാൻ സാധിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.